സിബി ഇന്ന് രാവിലെ മുതൽ ഇന്ദ്രപ്രസ്ഥം ഐതിഹാസികമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. രാജ്യത്തെ ജനാധിപത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും BJP ഒഴികെ NDA ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൈകോർത്ത് നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് 300-ലധികം MPമാർ രണ്ട് സഭയിൽ നിന്നും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എന്തൊക്കെയായിരുന്നു സമരത്തിൻ്റെ വിശദാംശം? ഷമ്മി, ഇന്ന് രാവിലെ പാർലമെന്റിലെത്തിയ ഇരു സഭകളിലും, ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെന്റിലെത്തിയ MPമാർ ഇന്ന് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും അതോടൊപ്പം തന്നെ വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടും ഈ രണ്ട് വിഷയങ്ങളിൽ ചട്ടം 267 പ്രകാരം ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് പതിവ് പോലെ സഭാധ്യക്ഷന്മാർ തള്ളുകയും ഇന്നും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം സഭ പൂർണ്ണമായും സ്തംഭിച്ച് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്തായാലും 11:30 കൂടി തന്നെ MPമാർ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് ആരംഭിക്കുകയായിരുന്നു. ഈ പാർലമെന്റ് കവാടത്തിന് മുൻപിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആ 1 കിലോമീറ്റർ ദൂരം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും മഹുവ മൊയ്ത്രയും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും കെ രാധാകൃഷ്ണൻ MPയും റഹീം അടക്കമുള്ള എല്ലാ 300ഓളം MPമാർ 26 രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ MPമാർ ഒന്നടങ്കം ഒരു പ്രതിഷേധ റാലിയായി പാർലമെന്റിൽ നിന്നും ആരംഭിക്കുകയായിരുന്നു. ചരിത്രപരമായി തന്നെ ആ സമരത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ MPമാർ ഒന്നടങ്കം 300-ലധികം MPമാർ ഒന്നടങ്കം ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അത് ട്രാൻസ്പോർട്ട് തൊട്ടടുത്തുള്ള ഒരു 100-200 മീറ്റർ മാത്രം ദൂരമുള്ള ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ പോലീസും കേന്ദ്രസേനയും ഉപയോഗിച്ചുകൊണ്ട് അവിടെ തടയുകയും പ്രതിപക്ഷ MPമാർ ഒന്നടങ്കം വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം തീർക്കുകയും SIR-നെതിരെയും വോട്ടർ ലിസ്റ്റിലെ ഈ ക്രമക്കേടിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടായിരുന്നു MPമാരുടെ ഈ ഒരു പ്രതിഷേധ റാലി. ഈ പ്രതിഷേധ റാലി ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് തടഞ്ഞു. പിന്നീട് MPമാർ അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിച്ചു. മഹുവ മൊയ്ത്ര അടക്കമുള്ള വനിതാ MPമാർ ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് MPമാരെല്ലാം നിലയും ഒരു അരമണിക്കൂറിന് ശേഷം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയാണ് ദില്ലി പോലീസിന്റെ ഭാഗത്തുണ്ടായതും. എന്തായാലും ഒരു അപൂർവപരമായ അല്ലെങ്കിൽ വളരെ വേറിട്ട ഒരു സമരം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സംവിധാനമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അതും പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ MPമാർ ഒന്നടങ്കം BJPക്കെതിരായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായും ഒരു മാർച്ച് നടത്തുന്നു. അതിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമ്മതിദാനാവകാശം, വോട്ടവകാശം അതില്ലാതാക്കുന്ന പ്രക്രിയ, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ BJPയുടെ B ടീമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുന്നു തുടങ്ങി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഹരിയാന, കർണാടക അതോടൊപ്പം തന്നെ മറ്റുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുത്തെ വോട്ടർ ലിസ്റ്റിന്റെ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ടർ ലിസ്റ്റിൽ ഏതൊക്കെ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വാർത്താ സമ്മേളനമാണ് നടത്തിയത്. പക്ഷേ പിന്നീട് ഈ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയിട്ടും തെളിവുകൾ നൽകിയിട്ടും ഇതിനൊരു അന്വേഷണം നടത്താത്ത ഒരു സാഹചര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നു. മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പൂർണ്ണമായി തള്ളുന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. ഇത് തുടർന്നാണ് പാർലമെന്റ് അകത്ത് മാത്രമല്ല പുറത്തേക്കും സമരം വ്യാപിപ്പിക്കുകയും രാജ്യവ്യാപകമായി ഈ സമരവുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യവും ഒരു പോരാട്ട വീര്യവും കൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു സമരമെന്നും പറയേണ്ടി വരും. എന്തായാലും വളരെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും റഹീം MPയും കെ രാധാകൃഷ്ണൻ MPയും അതുകൂടാതെ മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ, അഖിലേഷ് യാദവ് അടക്കമുള്ളവർ, അങ്ങനെ എല്ലാ പാർട്ടികളുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയും ഈ സമരത്തിന്റെ ഭാഗമായി സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുത്തു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന നീക്കത്തിനെതിരെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ റാലിയാണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ഒരു മണിക്ക് ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഈ MPമാരെ പാർലമെന്റ് സ്ട്രീറ്റിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് MPമാരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുത്ത് പോയിട്ട് പിന്നീട് വിട്ടത് 2 മണിക്ക് 2:30-ക്ക് ശേഷമാണ്.